മറ്റൊരു ക്രൂരത നടന്നു ഇന്ന് തിരുവനന്തപുരത്ത്. ശിശുക്ഷേമ സമിതിയിൽ 2.5 വയസ്സുകാരിക്ക് നേരെ ആയമാരുടെ കൊടും ക്രൂരത. കിടക്കയിൽ മൂത്രമൊഴിച്ചതിന്റെ കുഞ്ഞിന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ ആയ മുറിവേൽപ്പിച്ചു. ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറിയുടെ പരാതിയിൽ 3 ആയമാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. പോക്സോ, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള വകുപ്പുകൾ ആയമാർക്കെതിരെ ചുമത്തി. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. തങ്ങളുടെ സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ കാത്തു സംരക്ഷിക്കേണ്ടവരാണ് തിരുവനന്തപുരം ശിശുക്ഷേമ സമിതിയിൽ 2.5 വയസ്സുകാരിയെ അതിക്രൂരമായി മുറിവേൽപ്പിച്ചത്. അതും കിടക്കയിൽ മൂത്രമൊഴിച്ചെന്ന നിസ്സാര കാരണത്തിന്. 2 ദിവസം മുമ്പ് കുഞ്ഞിനെ കുളിപ്പിച്ചപ്പോഴാണ് സ്വകാര്യ ഭാഗങ്ങളിൽ മുറിവ് കണ്ടത്. തുടർന്ന് ശിശുക്ഷേമ സമിതി നടത്തിയ പരിശോധനയിലാണ് ഞെട്ടിക്കുന്ന ക്രൂരത പുറത്താകുന്നത്. താൽക്കാലിക ജീവനക്കാരി അജിതയാണ് കിടക്കയിൽ മൂത്രമൊഴിച്ചതിന് കുഞ്ഞിനെ ഉപദ്രവിച്ചത്. സിന്ധുവും മഹേശ്വരിയും ഇത് മറച്ചുവെച്ചു. തുടർന്ന് ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപി പോലീസിന് പരാതി നൽകുകയായിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ 7 പേരെ പിരിച്ചുവിടുകയും പോലീസാണ് 3 പേരിലേക്ക് എത്തുന്നത്. ഞങ്ങൾ ആ ദിവസങ്ങളിൽ തുടർച്ചയായി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആ ഒരാഴ്ചക്കാലം ഡ്യൂട്ടിയിലുള്ള മുഴുവൻ ആളുകളെയും ഞങ്ങൾ മാറ്റി നിർത്തുകയാണ് ചെയ്തത്. വളരെ സുതാര്യമാണ്. ഒരു ഒളിച്ചുവയ്പ്, ഒരു മറച്ചുവയ്പ് ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു പോയതുമാണ്. മ്യൂസിയം പോലീസിൽ പരാതി നൽകിയതോടെ നിയമ നടപടികൾ ആരംഭിച്ചു. 3 പേരെയും കസ്റ്റഡിയിലെടുത്തു. പോക്സോ, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. അച്ഛനും അമ്മയും മരിച്ച 2.5 വയസ്സുകാരിയെയും 1.5 വയസ്സുള്ള സഹോദരനെയും 1 മാസം മുമ്പാണ് ബന്ധുക്കൾ ശിശുക്ഷേമ സമിതിയെ ഏൽപ്പിച്ചത്. പീഡന വിവരം പുറത്തായതോടെ കുട്ടിക്ക് വൈദ്യസഹായം നൽകി. കുട്ടി നിലവിൽ ആരോഗ്യവതിയാണ്. സംഭവം പുറത്തായതോടെ വീഴ്ച ചൂണ്ടിക്കാട്ടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ശിശുക്ഷേമ സമിതി ഓഫീസിലേക്ക് തള്ളിക്കയറി. പോലീസെത്തി പ്രതിഷേധക്കാരെ ബലം പ്രയോഗിച്ചു മാറ്റി. റിപ്പോർട്ടർ റിനു ശ്രീധർ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.